പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു ക്ലാസ് റൂമിലേക്ക് കടന്നു വന്ന ഒരു അധ്യാപകൻ അയാളുടെ കീശയിൽ നിന്നൊരു 500 രൂപയുടെ നോട്ടെടുത്ത് കുട്ടികളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഈ നോട്ട് ആർക്കാണ് വേണ്ടത് എന്ന്. ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണമെന്ന്. അയാൾ ആ നോട്ട് നിലത്തേക്കിട്ടു. തറയിലിട്ട് ആ നോട്ട് മണ്ണും പൊടിയുമൊക്കെ പുരട്ടി കയ്യിലേക്കെടുത്ത് ചുരുട്ടി ഉള്ളം കൈയിനകത്ത് ഒതുക്കി വെച്ചുകൊണ്ട് പിന്നെയും ചോദിച്ചു, ഇനി ഇതാർക്കാ വേണ്ടത് എന്ന്. അപ്പോഴും എല്ലാ കുട്ടികളും മറുപടി പറഞ്ഞത് എനിക്ക് വേണം, എനിക്ക് വേണമെന്നാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ആ പൊടിപടലങ്ങൾ പിടിച്ച, അഴുക്ക് പിടിച്ച, ചുരുട്ടിക്കൂട്ടിയ ആ പേപ്പർ വേണമെന്ന്, ആ നോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്നത് അധ്യാപകനെ പോലെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാരണം ആ നോട്ടിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ല. കുട്ടികൾ പറഞ്ഞ മറുപടിയും അതാണ്, സാറേ അത് എന്തുകൊണ്ട് ഞങ്ങൾ ഈ അവസ്ഥയിലും വേണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അതിൽ കുറേ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിലും ചുരുട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യം ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള കഴിവ് ഇപ്പോഴും ആ നോട്ടിന് ഉണ്ട് എന്ന് കുട്ടികൾ മറുപടി പറയുന്നുണ്ട്. ഇത് ലളിതമായ ഒരു സത്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ കറൻസിയുടെ അവസ്ഥ. സത്യത്തിൽ വെറും കടലാസാണ്. വെറും കടലാസായിരിക്കുമ്പോഴും ആ കറൻസി, അതിനൊരു മൂല്യം എന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ്, അതിന് ആവശ്യ പൂർത്തീകരണത്തിന് ഉപകരിക്കുമ്പോഴാണ് ഈ കടലാസുകൾക്കൊരു മൂല്യമുണ്ടാവുക. പലപ്പോഴും ജീവന്റെ വിലയുണ്ടാകും ഈ നോട്ടുകൾക്ക്. ജീവന്റെ വിലയുണ്ടാകും, ഭക്ഷണത്തിന്റെ വിലയുണ്ടാകും, വിശപ്പിന്റെ വിലയുണ്ടാകും, മരുന്നിന്റെ വിലയുണ്ടാകും. ഇങ്ങനെ ഒരു ആവശ്യവുമില്ലെങ്കിൽ വെറും കടലാസ് മാത്രമാണിത്. ഈ പണമില്ലാതെ പോയതിൻ്റെ പേരിൽ, ഈ പൈസ ഇല്ലാതെ പോയതിൻ്റെ പേരിൽ ഭക്ഷണം നഷ്ടപ്പെട്ടു പോയവർ, പട്ടിണി കിടക്കേണ്ടി വന്നവർ, ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയവർ, അങ്ങനെ നിരവധി ആൾക്കാർ ഈ ലോകത്തുണ്ട്. അതാണ് പൈസയുടെ മൂല്യം എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, പണത്തിന് പകരം മറ്റൊന്നും നിൽക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ പൊതുവിൽ പറയാറുണ്ട്, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ബന്ധങ്ങളാണ്. മനുഷ്യരാണ് ഏറ്റവും വിലപ്പെട്ടത്. ബന്ധങ്ങൾ, കൂട്ടുകാർ, രക്തബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അതിനൊന്നും മുകളിലല്ല പണം. പണമല്ല നമുക്ക് പ്രധാനം, ബന്ധങ്ങളും സ്നേഹങ്ങളുമാണ് വലുത് നമ്മൾ പറയാറുണ്ട്. വാസ്തവം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് പണത്തിന് പകരം വെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ, മറ്റൊന്നും വെക്കാൻ കഴിയില്ല, പണമല്ലാതെ മറ്റൊന്നും പരിഹാരമില്ലാത്ത ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. അതിൻ്റെ മൂല്യം അങ്ങനെയുണ്ട്. ഇപ്പോൾ വയനാടിൻ്റെ കാര്യം നമ്മൾ എടുക്കുക. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്താ അടിയന്തരമായിട്ട് ഇനി ആവശ്യമുള്ളത്? പണം തന്നെയാണ്. നമ്മൾ എത്ര വലിയ സ്നേഹത്തിന്റെ പാലാഴികൾ അവർക്ക് വേണ്ടി ചൊരിച്ചു കൊടുത്താലും ആ സ്നേഹം ഇനി അവർക്ക് മതിയാവില്ല. നമ്മൾ എത്രയെല്ലാം അനുശോചനങ്ങൾ രേഖപ്പെടുത്തിയാലും ആ അനുശോചനങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ തീരില്ല. നമ്മളുടെ ഐക്യദാർഢ്യങ്ങളോ അപലപിക്കലുകളോ ഒരിക്കലും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല. ആ വയനാട്ടിലെ ആ സമൂഹത്തിന് പുനരധിവസിപ്പിക്കണമെങ്കിൽ ആവശ്യമായത് പണമാണ്. പണത്തിന് പകരം മറ്റൊന്നും അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സ്നേഹമോ ബന്ധങ്ങളോ മനുഷ്യരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടുവച്ചുകൊണ്ട് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്ത ചില സന്ദർഭങ്ങൾ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകും. പണത്തിന് പണം തന്നെയാണ് ആവശ്യമായി വരിക. അതുകൊണ്ട് തന്നെയാണ് പണസമ്പാദനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. പണം സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കണം എന്നുള്ള നിലപാട് ഇസ്ലാമില്ല. അവിടെയാണ് ബന്ധങ്ങളുടെ വില അതിനേക്കാൾ മൂല്യമുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. പണം സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ, പക്ഷെ ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ, പല സ്റ്റേജുകളിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ പണം ഉണ്ടായേ തീരൂ. ആദിവാസം മധു എന്തുകൊണ്ട് കള്ളനായി എന്ന് ചോദിച്ചാൽ, അയാൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിന്റെ പണം ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. അയാളുടെ ജീവന്റെ വിലയായി അവസാനം ആ പണം മാറി. അയാളുടെ പണം ഇല്ലാത്തത് കൊണ്ട് ആ മനുഷ്യന്റെ ജീവന്റെ വിലയാണ് അവസാനം അവിടെ എന്ത് ചെയ്യുന്നത്? ആ മനുഷ്യന്റെ ഇല്ലായ്മ ഉണ്ടാക്കിയെടുത്തൊരു വിപത്ത് എന്നുള്ളത്. ഈ സ്ഥിതിക്ക് ഒരുപാട് മനുഷ്യർ പല സ്റ്റേജുകളിലും പണം ഇല്ലാതെ നിൽക്കുന്ന പല ഘട്ടങ്ങൾ വരാറുണ്ട്. എന്നാൽ പണം അനിവാര്യ ഘടകവുമാണ്. അത്തരം സാഹചര്യങ്ങളിൽ അവർ സഹായിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് ഒരു സാമൂഹിക തിന്മയായി കണക്കാക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ, പണം എല്ലാ മനുഷ്യനും ആവശ്യമാണ്. പണം ഉണ്ടാകേണ്ട ആവശ്യഘട്ടങ്ങളിൽ പണമില്ലാതെ പോവുകയും ആ പണമില്ലാതെ പോയതിൻ്റെ പേരിൽ പട്ടിണിയായി പോകുന്ന കുടുംബങ്ങൾ ഉണ്ടായാൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ മരണപ്പെടേണ്ട അവസ്ഥയുണ്ടായാൽ,
പണമില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ അഭിമാനം പിച്ചു ചിന്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നോക്കുകുത്തിയായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല ഒരു സമൂഹത്തിനുള്ളത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ട ഒരു സാമൂഹിക ബാധ്യത ഒരു മുസ്ലിം സൊസൈറ്റിക്ക് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാൾ, ഏതൊരു മനുഷ്യനും വലിയ പണക്കാരനാകാം, പക്ഷെ ഇന്ന് ചായ കുടിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് വലിയ സമ്പന്നന്മാർ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതായി തീരുകയും ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് വരിക്ക് ക്യൂ നിൽക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യങ്ങൾ വയനാട് മാത്രമല്ല, കഴിഞ്ഞുപോയ ഒരുപാട് ദുരന്തങ്ങൾ, സുനാമി അടക്കമുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാതായി പോവുകയും അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാട് മനുഷ്യൻ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് സമ്പന്നന്മാരൊക്കെ പൊട്ടിപ്പാളിസായി പോയിട്ട് പാപ്പറികളായി പ്രഖ്യാപിച്ചിരുന്ന അറസ്റ്റ് ഹീര ബാബു ഇവിടെ ഏറ്റവും വലിയൊരു സമ്പന്നനായിരുന്ന ആളാണ്. അത് കണക്കിന് നമുക്കറിയാവുന്ന ആളാണ് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറയുന്ന അറ്റ്ലസിന്റെ ഉടമ എന്നുള്ളത്. അപ്പൊ അയാൾ ജയിലിനകത്ത് കടന്നിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പൊട്ടിപ്പോയിട്ട് ചീറ്റിംഗ് കേസിൽ അകത്തായി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ വിധത്തിൽ ഏതൊരു മനുഷ്യനും പണമില്ലാതെ പോവുകയും പകരം പണം വെക്കാൻ കഴിയാതെ അഭിമാനം നഷ്ടപ്പെടുന്ന, കുടുംബം നഷ്ടപ്പെടുന്ന, ചികിത്സയില്ലാതെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു ദയനീയമായ അവസ്ഥകൾ സൊസൈറ്റിയിൽ പല മനുഷ്യർക്കും ഒറ്റപ്പെട്ട നിലയിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ അവിടെ എങ്ങും ഇവർക്ക് സഹായം എത്താതെ പോകുന്നു എന്നുള്ളത് മുസ്ലിം പൊതുസമൂഹത്തിന്റെ കുറ്റമായിട്ട് കണക്കാക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ ഉറപ്പായിട്ടും അത്തരത്തിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഇസ്ലാം നിരന്തരമായി സമ്പന്നന്മാരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം സക്കാത്തായിട്ട് സാധുക്കളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോട് ആവശ്യപ്പെടുന്നത്. സക്കാത്തിന്റെ രൂപത്തിലേക്ക് പണം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉദാരമായ നിങ്ങളുടെ മനസ്സിന്റെ വിശാലത കൊണ്ട് ദാനമായിട്ട് ആ മനുഷ്യന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം പണമായി എത്തിയിരിക്കണം. അതൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വായ്പയായിട്ടാണെങ്കിലും ആ മനുഷ്യന് പണം എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ പണയ വ്യവസ്ഥയുടെ പേരിലെങ്കിലും അയാൾക്ക് പണം എത്തിയിരിക്കണം. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന് പെട്ടെന്ന് കിടക്കാൻ പാടില്ല. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ അഭിമാനം പിച്ചു ചിന്തപ്പെടാൻ പാടില്ല. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന് ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇത്തരം അനിവാര്യ നിർബന്ധമായ ഘട്ടങ്ങളിൽ പൊതുസമൂഹത്തിനൊരു ബാധ്യതയാണ് ഇയാളെ സഹായിക്കുക എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുണ്ടാകണം. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു രൂപമാണ് വായ്പ എന്നുള്ളത്. ഈ കടം എന്നുള്ളത് സത്യത്തിൽ ഒരു കടമ തന്നെയാണ്. കടമായി കൊടുക്കുക എന്നുള്ളത് ഒരു കടമയാണ്. അത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. കടം ഒരു കടമ തന്നെയാണ്. ഈ മനുഷ്യന് പണമില്ലാതെ പോകുന്ന ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ വായ്പ അന്വേഷിക്കുമ്പോൾ അയാൾക്ക് കടം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിന്റെ വലിയ ബാധ്യതകൾ ഒന്നാണ്. സക്കാത്തായിട്ടോ സദക്കയായിട്ടോ വായ്പയായിട്ടോ പണയമായിട്ടോ ഏതെങ്കിലും വിധത്തിൽ പണം എത്തിയിരിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് വലിയ പുണ്യമുള്ള കാര്യവുമാണ്. ഈ കടം കൊടുക്കുക എന്നുള്ളത് ചെറിയ വിഷയമേ അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസ അല്ലാഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ എന്ന്. ഒരു വിശ്വാസിയുടെ പ്രയാസം, അയാളുടെ സാമ്പത്തികമായ ഒരു പ്രതിസന്ധി, ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ നിങ്ങൾ സഹായിച്ചു, അയാളുടെ പ്രയാസം നിങ്ങൾ നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ പരലോകത്ത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം അല്ലാഹു നൽകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വലിയ നന്മയാ പറയുന്നത്. ഒരു പ്രയാസത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ, അയാൾ കച്ചവടം ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടങ്ങളിലാകാം, അടിയന്തരമായി പെട്ടെന്നുണ്ടായ ചികിത്സയുമായി ബന്ധപ്പെട്ട്, ഭാര്യയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഈ മകന് പെട്ടെന്നൊരു അപകടമുണ്ടായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ആവശ്യമായ ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും സ്വരുക്കൂട്ടി വെച്ചവരല്ലല്ലോ എല്ലാവരും. പണമില്ല, അതുകൊണ്ട് വായ്പയായി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് എളുപ്പത്തിൽ പറഞ്ഞു ഒഴിവാക്കുന്ന രീതി ഉണ്ടല്ലോ, അത് സമൂഹത്തിന് മുമ്പിൽ അനുവദിക്കുന്നില്ല. പൊതുവായി ജനങ്ങളുടെ ഒരു ബാധ്യതയാണ്. ഏതെങ്കിലും വിധത്തിൽ അയാൾക്ക് പണം എത്തിയിരിക്കണം. അയാൾക്ക് വായ്പ കൊടുത്ത് സഹായിക്കാനെങ്കിലും ഇവിടുത്തെ സമ്പന്നന്മാർ തയ്യാറാകണം. അതൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കാൻ കഴിയണം. വലിയൊരു പുണ്യമാണ്. ഈ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് വചനങ്ങൾ കാണാൻ കഴിയും, ഒരുപാട് ഹദീസുകൾ. അത് നോക്കുന്ന വിശുദ്ധ ഖുർആനകത്ത് ഏറ്റവും വലിയ ആയത്ത് എന്നുള്ളത് സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത്. ഏറ്റവും വലിയ ഒരു പേജുണ്ട് ഖുർആനകത്ത്, ഒരു പേജ് മുഴുവൻ നിൽക്കുന്ന ഒരു ആയത്ത്. ഏതാ ആയത്തിൽ ചർച്ച? ഒറ്റ വിഷയമുള്ളൂ, ഇദാ തദായൻതും ബിദൈനിൻ. നിങ്ങൾ കടം കൊടുക്കുമ്പോ ഫലക്തുബ് കാത്തിബുൻ, ഒരു എഴുത്തുകാരനെ കൊണ്ട് അത് എഴുതി രേഖപ്പെടുത്തണമെന്ന് ഖുർആൻ. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഒരു ആയത്ത് വിശാലമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കടം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ജനങ്ങൾ അങ്ങനെയാണ്. സാമൂഹികമായി ജീവിക്കുമ്പോൾ സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമ്പത്തുകൾ പരസ്പരം ക്രയവിക്രയം ചെയ്യുന്ന ഒരു മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കടം കൊടുക്കുക എന്നുള്ളത്. അത്തരത്തിൽ നിങ്ങൾ കടം കൊടുക്കുമ്പോൾ രണ്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ അത് വ്യക്തമായി റെക്കോർഡിക്കലായി രേഖാപരമായി എഴുതി ഒപ്പിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായ്പകൾ കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് കൊടുക്കാതിരിക്കാനല്ലോ, കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഇത് പറയുന്നത്.
അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ അതിലിങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാവണം, സാക്ഷികളും എഴുത്തുകുത്തുമൊക്കെ ഉണ്ടാവണം. ഈ കടമൊക്കെ ഇന്നും കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കടവായ്പകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാമികമായ നിലയിൽ സാക്ഷികളെയും വെച്ച് ജാമ്യക്കാരെയും വെച്ച് ഒപ്പുമൊക്കെ ഇടിച്ച് അത് ചെയ്യുന്ന ബാങ്കുകാർ മാത്രമേ ഉള്ളൂ. പലിശയ്ക്കാണെങ്കിൽ ഈ പരിപാടി ചെയ്യുന്ന അവർക്കൊരു വ്യവസ്ഥയുണ്ട്, നമ്മൾ ആ വ്യവസ്ഥ പാലിക്കാറില്ല. ഖുർആൻ പറഞ്ഞ മനോഹരമായ ഒരു വായ്പാ വ്യവസ്ഥയുടെ രൂപമാണ്. അതാണ് പണയവുമായി ബന്ധപ്പെട്ടും വിശുദ്ധ ഖുർആൻ പണയാടിസ്ഥാനത്തിൽ, പണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പലിശയുടെ ഒരു പരിപാടിയില്ല. പണയവും വായ്പയും ഈ രണ്ടും കൊടുക്കേണ്ടത് ഒരു മനുഷ്യന്റെ നിസ്സഹതയിൽ കൊടുക്കേണ്ട സഹായത്തിന്റെ രൂപമാണ്. ഈ വായ്പ കൊടുക്കുന്ന വായ്പയ്ക്ക് എന്റെ പണത്തിനൊരു സെക്യൂരിറ്റി എനിക്ക് വേണം, ഒരു ഉറപ്പ് വേണം. അതുകൊണ്ട് നിന്റെ ഇത്ര രൂപ സ്വർണമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവമായിട്ട് നീ എനിക്ക് ജാമ്യം വെക്കുക, എന്റെ കയ്യിലിരിക്കട്ടെ എന്നൊരു ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പണം അതുപോലെ തിരിച്ചു തരുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഈ സ്വർണം ഇത് കൃത്യമായി തിരിച്ചു കൊടുക്കണം. പലിശയുടെ ഇടപാടല്ല. ഈ പണയം എന്നുള്ളത് ആദായമാക്കി മാറ്റാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് കൂട്ടത്തിലൊന്ന് പറയാണ്. പണയം എന്നുള്ളത് നമുക്കിടയിൽ പണയ വ്യവസ്ഥകൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് ആദായമാക്കി മാറ്റുന്നുണ്ട് പല ആൾക്കാരും. പണയ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പണയം എടുക്കുന്ന രീതിയിൽ പൊതുവിൽ എല്ലാവരുടെ ഇടയിലും കണ്ടുവരുന്നുണ്ട്. ഒരാൾ കാർ എടുക്കുക, അയാൾക്ക് പണം ആവശ്യം വരുമ്പോൾ അയാളിൽ നിന്ന് കാറ് ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് കാറും എടുക്കുക. ആ 2 ലക്ഷം രൂപ തിരിച്ചു തരുമ്പോൾ കാർ തിരിച്ചു കൊടുക്കുക. കുഴപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ആ കാലയളവിൽ കാർ ഉപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ആദായം എടുക്കലാണ്. ഈ 2 കൊല്ലം മുഴുവൻ 2 കൊല്ലം കഴിഞ്ഞാൽ പൈസ കൊണ്ടുവരുന്നു. ആ 2 കൊല്ലവും നീ ആ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആണ്, അത് ആദായം എടുക്കലാണ്, അത് പലിശയാണ്, അത് അനുവദിക്കുന്നില്ല. പണയത്തിന് അങ്ങനെ ഒരു വ്യവസ്ഥ നന്നായി മനസ്സിലാക്കുക. അതാണ് വീട് ഒറ്റയ്ക്കെടുക്കുക. നമുക്കിടയിലൊക്കെ വ്യാപകമായി നിലനിൽക്കുന്നതാണ്. ഒരു വീട് നീ 10 ലക്ഷം കൊടുത്ത് ഒറ്റയ്ക്കെടുക്കുക. ഒറ്റയ്ക്കെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 10 ലക്ഷം കൊടുക്കുന്ന കാലയളവിൽ അവിടെ താമസിക്കുക. 10 വർഷം കഴിഞ്ഞ് അയാൾ 10 ലക്ഷം കൊണ്ടുവന്നാലും നിങ്ങൾ ആ പൈസ മാറ്റിയിട്ട് ഇറങ്ങി കൊടുത്താൽ മതി. അപ്പൊ 10 വർഷക്കാലം നിങ്ങളെടുത്ത ആദായം, ആ വീട് നിങ്ങൾ ഉപയോഗിച്ചത്, അതൊരു ഇൻട്രസ്റ്റ് അല്ലേ? ഒരു മനുഷ്യന് 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു, അയാളെ സഹായിക്കാൻ നിങ്ങൾ ബാധ്യതപ്പെട്ടവനാണ്. കടം കൊടുക്കാൻ കഴിയുന്നില്ല, കടം കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എന്നാൽ ഒരു ഉറപ്പില്ല. അതെങ്ങനെ കൊടുക്കുക? ഒരു ഉറപ്പിന്മേൽ നിങ്ങൾക്ക് ആ വീടിന് ഡോക്യുമെന്റ്സ് നിങ്ങൾ ഏൽപ്പിച്ചു, നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കൂ. എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞ് അയാൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദായം എടുപ്പില്ല. പണയത്തിന്റെയോ വായ്പയുടെ പേരിൽ ആദായം എടുക്കുന്നത് വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യുക, ഈ കടം കൊടുക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകർമ്മമാണ്. അങ്ങനെ കടം കൊടുത്ത് സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഒരാൾക്ക് 2 തവണ കടം കൊടുത്താൽ അതിൽ 1 തവണ കൊടുത്തത് സ്വതക്കയുടെ കൂലിയുള്ള കടമടപാടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടെ പറയാണ്. റസൂൽ പൂർവികരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ കൂടി പറയുന്നുണ്ട്. ആ കടം കൊടുക്കുന്നതിന്റെ ഒരു പ്രസക്തി കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാ ഇത് ആവർത്തിച്ചു പറയുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞത്, മനുഷ്യൻ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ റസൂലുള്ളാഹി പരിചയപ്പെടുന്ന വലിയ നന്മകൾ അവകാശപ്പെടാനുള്ള വ്യക്തിയുമായിരുന്നില്ല അയാൾ. ഒരുപാട് പുണ്യങ്ങളെങ്കിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആര് സഹായം ചോദിച്ചു വന്നാലും കടം ചോദിച്ചു വന്നാലും കൈനിറച്ച് കൊടുക്കുമായിരുന്നു അയാൾ കൊടുക്കും, ആവശ്യം പറഞ്ഞാൽ അത്രയും കൊടുക്കും. അത് കൊടുക്കുക മാത്രമല്ല, ഈ വായ്പ കൊടുക്കുന്ന പൈസകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥനോട് അയാൾ വൃത്തിനോട് പറയും, ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അവർക്ക് അല്പം വിശാലത കാണിക്കും, വരട്ടണ്ടാരെ. പണം തിരിച്ചു ചോദിക്കാൻ ചെല്ലുമ്പോൾ നീ പ്രയാസപ്പെടുന്ന ആൾക്കാരും ബുദ്ധിമുട്ട് പറയുകയാണ്, പറയുകയാണ്. അപ്പൊ സാവകാശം ചോദിക്കുന്നുണ്ടെങ്കിൽ ബലപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിൽക്കണ്ട, അവർക്ക് നീ വിശാലത കാണിക്കും, വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം കൊടുക്കുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ട അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു അയാളോട് ചോദിക്കുന്നുണ്ട്, എന്ത് പുണ്യമാണ് നിനക്ക് അവകാശപ്പെടാനുള്ളത് എന്ന്. ഒന്നുമില്ല അള്ളാഹുവേ എന്ന്, ഞാൻ ആകെ കാണിച്ചൊരു പുണ്യം ഇതാണെന്ന്. ആകെയുള്ള ഒരു നന്മ എന്ന് പറയുമ്പോൾ, ഞാൻ കടം കൊടുത്തവർക്ക് എല്ലാവർക്കും അവർ ബുദ്ധിമുട്ടിയപ്പോഴെല്ലാം ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്ന്. എന്നാൽ നിന്നേക്കാളും വിട്ടുവീഴ്ചയുള്ളവനാണ് ഞാൻ, ഫതജാവസ അൻഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്തുകൊണ്ട് അയാൾക്ക് സ്വർഗം കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ലാഭത്തിൽപ്പെട്ട മനുഷ്യന് കടം കൊടുത്തു, ആ കടം കൊടുത്ത പൈസ മാറ്റാൻ വേണ്ടി ചെല്ലുമ്പോൾ അയാൾ പിന്നെയും പറയണം, ഞെരുക്കത്തിലാണ്, തരാൻ നിവൃത്തിയൊന്നുമില്ല, അല്പം കൂടി സാവകാശം ആയിക്കോട്ടെ എന്ന്. അയാൾ ഇടങ്ങേറാക്കിയില്ല, അയാൾ ബുദ്ധിമുട്ടിക്കാതെ സാവകാശം കൊടുത്തൊരു മനുഷ്യന് അയാളോട് അള്ളാഹു ഏറ്റവും നല്ല നിലയിൽ വിട്ടുവീഴ്ച കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന നമ്മുടെ ലക്ഷ്യമൊക്കെ ആത്യന്തിക ലക്ഷ്യം പാരത്രിക വിജയമായിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോന്നും, ഈ പറയുന്ന ഓരോ നന്മകളും നമുക്ക് നാളെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പുനർസൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് പിടിച്ചു കയറാവുന്ന പിടിവള്ളികളായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അത്തരമൊരു വായ്പ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ സാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അള്ളാഹ് മറക്കോ? അള്ളാഹു റെക്കോർഡ് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോകോ? ഈ പുണ്യങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകുന്ന ഒരു ദിവസമുണ്ട്. ഒരു വായ്പയും നഷ്ടമല്ല, ഒരു വായ്പയും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വായ്പകൾ കൊടുക്കുക, കടം കൊടുത്ത് സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. ഈ ഒരു ബാധ്യതയുടെ മറുവശം കൂടി എന്ന് പറയാം. ഈ കടം വാങ്ങിക്കുന്ന ആൾക്കാർ,
അതാണ് പ്രധാനമായിട്ടും. കടം കൊടുക്കുക എന്നുള്ളത് വലിയ നന്മയാണ്. നമ്മൾ കടം കൊടുക്കാതിരിക്കുകയും അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ പണം തല്ലാതെ മറ്റൊന്നും പരിഹാരമില്ല എന്നൊരവസ്ഥയിൽ ഒരാൾ എല്ലാ മാർഗങ്ങളും അവലംബിച്ചിട്ടും പണം കിട്ടുന്നില്ല, കടം കൊടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല, സദക്കകളും അയാളെ മുമ്പിലെത്തിയില്ല, സക്കാത്തിന്റെ വിഹിതങ്ങളും എത്തിയില്ല, ഒടുവിൽ അയാൾ ഒരു പണയം വെച്ചിട്ട് അല്ലെങ്കിൽ പലിശക്കെടുക്കാൻ ഏതെങ്കിലും വട്ടിപ്പലിശക്കാരൻ, മീറ്റർ പലിശക്കാരൻ, പല പലിശക്കാരുടെ ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ പലിശക്കാരൻ മുമ്പിൽ പോയി പലിശയ്ക്ക് പണമെടുത്ത് അയാളുടെ മകന്റെ ചികിത്സ നടപ്പിലാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അയാളുടെ കുടുംബത്തിന്റെ ഭക്ഷണം നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു സാമൂഹിക തിന്മയല്ലേ? നമ്മളല്ലേ ആ മനുഷ്യനെ കുറ്റവാളിയാക്കുന്നത്? ഒരിക്കൽ പലിശ തൊട്ടാൽ പിന്നെ ഇതിൽ നിന്ന് ഊരി വരാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിൽ ഒരാളെ പലിശക്കടക്കാരനാക്കിയതിൽ ഈ സമൂഹത്തിന് വലിയ പങ്കില്ലേ? ഇവിടുത്തെ സമ്പന്നന്മാർക്ക് വലിയ പങ്കില്ലേ? നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാവർക്കും ഈക്വലായിട്ട് സമ്പത്ത് അല്ലാഹു വീതിച്ചിട്ടില്ല. ഓരോ മനുഷ്യനും വ്യത്യസ്തമായി കൊടുത്തു. ഇന്ന റബ്ബി യബ്സുത്തു റിസ്ക ലിമൻ യശാ വ യഖ്ദിർ. എന്റെ അടിമകൾപ്പെട്ട ചില ആൾക്കാർക്ക് അല്ലാഹു കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് കുറച്ചും കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് കുറവാണ്, ചിലർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൊടുത്തവനോട് അല്ലാഹു പിന്നെ എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ചിലവാക്കുന്ന ഓരോ നാണയങ്ങൾക്കും പകരം ഞാൻ നൽകാമെന്ന്. ഇവരാവശ്യം മറ്റവന് കുറവാണ്, അവന് പ്രയാസത്തിലും ഞെരുക്കത്തിലും ഇരിക്കുമ്പോ നിന്റെ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കൊടുക്കും മനുഷ്യ, ഞാൻ കടം വിട്ടാമെന്ന്. നിന്റെ കടം ഞാൻ വീട്ടാമെന്ന്. നീ ഏത് രൂപത്തിൽ സദക്കയായിട്ട് കൊടുത്താലും കടമായിട്ട് കൊടുത്താലും ഒരു മനുഷ്യന്റെ ഞെരുക്കമുള്ളവന്റെ ആവശ്യത്തിന് വേണ്ടി നിന്റെ പണം പിടിച്ചു വെക്കാതെ വിനിയോഗിച്ചാൽ പകരം നൽകുന്നവൻ ഞാനാണെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ബഹുവ ഖൈറുർ റാസിഖീൻ. ഏറ്റവും നന്നായി അന്നമിടുന്നവൻ അല്ലാഹു തന്നെയല്ലേ? ഈ നമ്മുടെ പണം ഏൽപ്പിച്ചവൻ അല്ലാഹു തന്നെയല്ലേ നമുക്ക് ഏറ്റവും നന്നായി ഈ ചിലവ് നൽകുന്നത്? മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയദാഇഫു ലഹു അദ്ആഫൻ കസീറ എന്ന് വിശുദ്ധ ഖുർആൻ. ആരാ അല്ലാഹുവിന് കടം കൊടുക്കാനുള്ളത് എന്ന് ആ വാക്കല്ല ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അല്ലാഹു എടുത്ത് ഉപയോഗിച്ചൊരു വാചകമാണ്, എനിക്ക് കടം തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. കടക്കാരനാകാൻ, നിങ്ങളുടെ കടക്കാരനാകാൻ എനിക്ക് ഇഷ്ടമാണെന്ന് ആ നിലയിൽ അല്ലാഹു സംസാരിക്കുന്നത്. ആരാ എനിക്ക് കടം നൽകുന്നതെന്ന്? ഞാൻ ഇരട്ടിയായിട്ട് നൽകാമെന്ന് പറഞ്ഞ് അല്ലാഹു പറയാണ്. അല്ലാഹുവിന് കടം കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യരുടെ ആവശ്യം, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സദക്കയായി നിങ്ങൾ നൽകുക, വായ്പയായി നിങ്ങൾ നൽകുക. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടുന്നവർ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചാൽ അത് ഏറ്റെടുക്കുന്നത് അല്ലാഹുവാണ്. അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് അല്ലാഹു നൽകുമെന്ന് സാക്ഷാൽ പടച്ചവൻ പറഞ്ഞിട്ട് കാക്കാമാർക്കും ഒരു ഇളക്കവും ഇല്ല. ഇവർ നരുന്ത് പയ്യിൽ ടോട്ടൽ ഫോർ യു എന്ന് ശബരിന്നാന്ന് പറഞ്ഞിട്ട് ഇത്തിരി പോലെ പോകുന്നൊരു പയ്യൻ വന്നിട്ട് പറയാണ് ഇരട്ടി നൽകാന്ന്. 1 ഇട്ടാ 2 തരാന്ന്. പിന്നെ ആ കാക്കാമാരും പുറത്ത് പേര് പറയില്ല. ഞാനുണ്ടായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ആ ഒരു ചിട്ടി കമ്പനി പൊട്ടി പാളീസായ അയാൾ അകത്തായപ്പോ ശമരിനാഥനെ പോലെ ഒരു പയ്യൻ വന്നിട്ട് ഇവിടെ ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പൈസ കൊണ്ട് അവിടെ തള്ളിയിട്ടുള്ളത് നമ്മളാൾക്കാരെ. പുറത്തും കാര്യം പറയണ്ട, എല്ലാവരും ഹാജാക്കന്മാരും വലിയ നിസ്കാരക്കാരും ഒക്കെയാണ്. അങ്ങനെ വലിയ പണത്തിനോടുള്ള ഈ അള്ള കൊടുക്കാം ഇരട്ടി നൽകാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇറങ്ങൂല പൈസ. അങ്ങോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കഴിക്കും, വലിയ ബുദ്ധിമുട്ടാ. എന്ന് ആരെങ്കിലും വന്നിട്ട് ഇരട്ടി നൽകാമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ചിട്ടിക്കമ്പനിക്കാർക്കെല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവനെ മുമ്പിൽ കൊണ്ട് ഇട്ടുകൊടുക്കാൻ ഒരു മടിയില്ല. ഇരുതല മുറിയാണ്, ഒരെണ്ണം കയ്യിരിപ്പുണ്ട്, അല്പം പൈസ വിട്ട് നമുക്ക് മറച്ചടിച്ചു കഴിഞ്ഞാല് നമുക്ക് കോടികളിങ്ങ് 2 നില മുറിക്കും വെള്ളി മൂവയ്ക്കും ഒക്കെ ഗ്യാരണ്ടി വെച്ചിട്ട് പൈസ കൊണ്ടിടും. അതിനൊക്കെ നമുക്കൊരു മടിയില്ല. അതിനൊന്നും ഒരു മടി. പക്ഷെ അള്ളാഹ് പറയും, നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കിയത്? നമ്മൾ അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കിയത്? ഒരു ചിട്ടിത്തട്ടിപ്പുകാരന് പോലും ഇതിനേക്കാൾ വിശ്വാസ്യതയുണ്ട്. എത്രയൊക്കെ പൊട്ടി പാളിസായി അനുഭവിച്ചാലും നമ്മൾ പിന്നെയും എന്ത് ചെയ്യും? പിന്നെയും കൊണ്ടിടും. അള്ളാഹ് പറയണം ഇങ്ങോട്ട് താ, ഞാൻ തരാം, ഇരട്ടി നൽകാന്ന്. കിട്ടിയത് മതി അള്ളാഹു, ഇനി അങ്ങോട്ട് ഇട്ടിട്ട് റിസ്ക് എടുക്കാൻ വയ്യാന്ന്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു വിശ്വാസവും ഇല്ല നമുക്ക്. ഇനി റിസ്ക് എടുക്കാൻ വയ്യ, അള്ളാഹുവിന്റെ വിഷയത്തിൽ റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇതിനി ഇരട്ടി കിട്ടിയില്ലെങ്കിൽ ഈ ഇട്ടതും കൂടെ അങ്ങ് പോയാലോ എന്ന്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ വലിയ വിശ്വാസമാണ്. ബാക്കിയുള്ളവരെ കബളിപ്പിക്കാൻ നിൽക്കുന്ന ഏത് തട്ടിപ്പിൽ നിന്ന് ഒന്നാമത് നമ്മൾ നിൽക്കും. നമ്മളെ ഏരിയയിൽ ഒരാളുണ്ട്, 1-2 പേരുണ്ട്, 2 പേരുണ്ട്. അവർ ഏത് പരിപാടി ഇങ്ങനെ വന്നാലും ഫസ്റ്റ് ഇടും. ഈ തട്ടിപ്പാണെന്നറിയാം, അവർ വിശദീകരണം അതൊക്കെ തട്ടിപ്പാണെന്ന് നമുക്കറിയാം. പക്ഷെ തുടക്കത്തിലേ ചേർന്ന ലാഭമാണ്. തട്ടിക്കണതിന് മുമ്പ് നമ്മളെ ലാഭം ഉണ്ടാവും, ആദ്യം ഇട്ടണം. അതുകൊണ്ട് ഏത് പൊട്ടിയാലും നമ്മൾ അടുത്തതിൽ ആദ്യം വരുന്നില്ല, പിന്നെയും ചേരും. തുടക്കത്തിലേ ചേർന്ന ലാഭമാണെന്ന്. അപ്പൊ ഇതൊരു ഉപദേശമായിട്ട് എടുക്കണ്ട. അതും ശരിയാണ്. എങ്കിൽ പിന്നെ തുടക്കത്തിലെങ്കിൽ എല്ലാത്തിലും ചേരാമെന്ന് കിടക്കാൻ അങ്ങനെ ഉപദേശമായിട്ട് എടുക്കാനല്ലേ ഈ പറഞ്ഞത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, വിദ്വാന്മാര്. എത്ര പൊട്ടിപ്പാളിസായാലും അതിൽ നിന്ന് പിന്നെയും അടുത്ത കമ്പനി വരുമ്പോൾ, അടുത്ത തട്ടിപ്പ് വിവരം വരുമ്പോൾ അതിൽ കൊണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. ഇരട്ടി കിട്ടാൻ വേണ്ടിയിട്ടേ പടച്ചവൻ ഇരട്ടി കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചില സമ്പന്നന്മാർ നിങ്ങൾ നോക്കൂ, ഏത് ജനങ്ങളുടെ ആവശ്യം വന്നാലും, ഏതൊരു ആവശ്യം വന്നാലും ഒരു ചില ആൾക്കാർ നാട്ടിലുണ്ടാകും. അവരാർക്ക് എല്ലാവർക്കും കടം കൊടുക്കുക, എല്ലാവർക്കും ദാനം കൊടുക്കുക. പള്ളിയാണെങ്കിലും സാധാരണക്കാരൻ പാവപ്പെട്ടവനാണെങ്കിൽ നിരന്തരമായ ആ മനുഷ്യനെ വിട്ട് പിരിവാനായിരിക്കും. എല്ലാവരും വരും. എനിക്ക് പൈസ കൊടുക്കാൻ മനസ്സുള്ളവനെ എവിടെ ഇരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരറിയും, ഇന്ന് അവിടെ ഒരാൾ ചൂലമുണ്ട്, ദാനം അത്യാവശ്യം പൈസ കൊടുത്ത് സഹായിക്കുന്ന ആളാണ്. പിന്നെ അയാളെ ചൂഷണം ചെയ്യാൻ കുറെ ആൾക്കാർ വേറെ ഉണ്ടാവും.
ഈ 4 പേരെ 3 പേരൊക്കെ ഒരു വീട്ടിനകത്ത് പിടിച്ച് അടച്ചിട്ടിട്ട് 3 മുത്തലിങ്ങളുണ്ട് എന്നുള്ള അടച്ചങ്ങോട്ടിട്ട് അറബിക് കോളേജിൽ ബോർഡും അങ്ങോട്ട് വെക്കും. വലിയൊരു അറബിക് കോളേജ് 3 പിള്ളേരുണ്ട്, 300 കുട്ടികളുള്ള സ്ഥാപനത്തിൽ നിന്ന് വരികയാണെന്ന്. ഈ കാക്കാരെ വിട്ടിന് നേരം വെളുത്താൽ ഉറങ്ങുന്ന വരെ പിരിവാരായിരിക്കും. അയാൾ കൊടുക്കാൻ മനസ്സുള്ളത് കൊണ്ട് അതിന് ഇങ്ങോട്ട് ചൂഷണം ചെയ്യും. അങ്ങനെ കുറേ ആൾക്കാർ കൂണ് കണക്കിന് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ കുട്ടികളുടെ ഭാവിയും തുലച്ചിട്ട് പിരിച്ച് തിന്ന് മുടിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ മതത്തിൻ്റെ പേരിലെ സമുദായത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വന്നു ചേരുന്നത് ഇവിടെയായിരിക്കും. രോഗികളായ സഹായത്തിന് വേണ്ടി വരുന്നത്. പക്ഷെ അവരാരും അതിൻ്റെ പേരിൽ പാപ്പരായി പോയിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, അവരാരും പൊട്ടിപ്പോയിട്ടില്ല. അവർക്ക് പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, വരണവർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ സമ്പന്നത നിലനിൽക്കുന്ന ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ? ആരാ അവരെ സഹായിക്കുന്നത്? ആരാ അവരെ ബിസിനസ് നോക്കുന്നത്? അവരെന്താ ഇന്ന് നഷ്ടത്തിൽ പോകാത്തത്? അവരെങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഈ നഷ്ടങ്ങളെല്ലാം വന്ന് തകർന്നു പോയപ്പോഴും അവർ മാത്രം എന്നും പിടിച്ചിരിക്കുന്നു, ഇന്നും ദാനം ചെയ്യുന്നു. അള്ളാഹു അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ ചെയ്യുന്ന പുണ്യത്തിന് പകരം കൊടുക്കാമെന്ന് ഏറ്റവൻ പടച്ചവനാണ്. കോരുന്ന കിണറ്റിലെ ഊറോളം എന്ന് പറഞ്ഞ കണക്കാണ് ആ ജനങ്ങളെ അള്ളാഹു സംരക്ഷിക്കുന്നത്. അത്തരം കുറെ മനസ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാണ്. അള്ളാഹു ഇരട്ടി നൽകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, കടം വാങ്ങിക്കുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് കടം വാങ്ങിക്കുക. ചില മനുഷ്യന്റെ അങ്ങേയറ്റം ഏറ്റവും അവസാനത്തെ മാർഗമായിരിക്കണം കടം. കഴിവിന്റെ പരമാവധി ആ വഴിക്ക് പോകാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി കടത്തിൻ്റെ വഴിക്കേ പോവാതിരിക്കാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കടത്തിൽ നിന്ന് മുക്തി നേടണമെന്ന്. اللهم إني أعوذ بك من الفتنة المحيا ومماتي ومن فتنة مسيح الدجال ومن المعثم ومن المغرم. മസീഹ് ദജ്ജാലിൽ നിന്ന് കാവൽ നൽകണേ അള്ളാഹുവേ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ നൽകണേ അള്ളാഹുവേ. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അള്ളാഹുവേ. തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ കാവൽ നൽകണേ അള്ളാഹുവേ. ആ കൂട്ടത്തിൽ പറയുന്നൊരു വാചകമാണ്, അള്ളാഹുവേ കടക്കണിയിൽ നിന്ന് നീ മോചനം നൽകണേ അള്ളാഹുവേ എന്ന്. കടത്തിൽ നിന്നൊരു മോചനം നിരന്തരമായി പ്രാർത്ഥന ഉൾപ്പെടുത്തിയപ്പോൾ സഹാബാക്കൾ ചില ചോദിച്ചു, നബി എന്തുകൊണ്ടാണ് ഈ മഗ്റമിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് നിരന്തരമായിട്ട്? റസൂല് പറഞ്ഞത്, ഇതാ ഒരു മനുഷ്യൻ കടത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കടം വാങ്ങിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഥ പറയേണ്ടി വരും. ഒരു മനുഷ്യൻ ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നത് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളരെ എത്ര സിമ്പിളായിട്ട് ലളിതമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനം റസൂല് പറയാണ്. ഒരു മനുഷ്യൻ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ ഒരുപാട് കഥ പറയേണ്ടി വരും. ആ കഥകൾ ഒരുപാട് പറയേണ്ടി വരുമ്പോൾ ഒരുപാട് കള്ളങ്ങളും പറയേണ്ടി വരും. അത് കണക്കിന് ഒരുപാട് വാക്കുകൾ കൊടുക്കേണ്ടി വരും. ആ വാക്കുകളൊക്കെ പലപ്പോഴും ലംഘിക്കപ്പെടുകയും ചെയ്യും. വാഗ്ദാന ലംഘനവും കളവുകളും ഒരു മനുഷ്യനെ 2 വലിയ പാവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഏത്? കടം വാങ്ങിച്ചു കഴിയുമ്പോൾ കളവും പറയേണ്ടി വരും, വാഗ്ദാന ലംഘനവും നടപ്പിലാക്കേണ്ടി വരും. ഈ 2 പാവങ്ങളും ഒരു മനുഷ്യൻ നിരന്തരമായി ചെയ്യേണ്ടി വരും ഒരു ഇടപാടിലൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ കാവൽ ചോദിച്ചതെന്ന്. ശരിക്കും ഒരു യാഥാർത്ഥ്യമല്ലേ അത്? നമ്മൾ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവനോട് അബദ്ധം ചോദിക്കണം, കിട്ടിയില്ല, ഇവിടെ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. കാരണം തന്നവൻ നമ്മളോട് ചൂടാവും. അതുകൊണ്ട് തന്നെ അയാളോട് കഥ പറയും, ഒരു തിരക്കഥ. അതിൽ കുറേ കള്ളങ്ങളും ഉണ്ടാവും, കുറേ സത്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത ഈ ഒരാഴ്ച ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾക്കറിയാലോ, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, മോഡിയുടെ നികുതി നിയമങ്ങളെല്ലാം ഇങ്ങനെ ആയിപ്പോയി, പെട്രോളിൻ്റെ വില കൂടി, പച്ചക്കറിക്ക് വില കൂടി. ഇനി ഞാനിപ്പോൾ എങ്ങനെ ചെയ്യാം? ഒരാഴ്ച കൂടി സമയമൊന്ന് ഒരു കഥ പറയും, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ചരിത്രവും പറയും, അവനുണ്ടായ പ്രശ്നങ്ങൾ. ഇങ്ങനെ ഒരുപാട് കഥ പറഞ്ഞിട്ട് തൽക്കാലം പിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കേട്ടാൽ ശരിയാണ്, നീ ഒരാഴ്ച കഴിച്ച് തന്നതെന്ന്. അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ചെല്ലുമ്പോഴത്തേക്ക് അപ്പോഴും പിന്നെയും ഒരു കഥ പറയാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ കള്ളങ്ങൾ നിരന്തരമായി പറയുകയും പറഞ്ഞ വാക്കിലേക്ക് ഈ മുനാഫിക്കിൻ്റെ ലക്ഷണമല്ല, മുഅ്മിനിൻ്റെ സ്വഭാവമല്ലല്ലോ, ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ലല്ലോ കളവ് നിരന്തരം പറയുക എന്നുള്ളതും അതോടൊപ്പം പറഞ്ഞ വാക്ക് ലംഘിക്കുക എന്നുള്ളതും വിശ്വാസിയുടെ ഗുണമല്ല, അത് മുനാഫിക്കിൻ്റെ ഗുണമാണെന്ന് റസൂൽ പഠിപ്പിച്ചത്. കടം ഒരു മനുഷ്യനെ കാപട്യമുള്ളവനാക്കി തീർക്കുന്ന ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പുതപ്പെടുക്കേണ്ടി വന്നാലും കടമാക്കില്ലേ എന്ന് മകനോട് ഉപദേശിച്ചൊരു സഹാബി ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. നീ പുതപ്പ് വേറെ ഒന്നുമില്ല, ഒറ്റ പുതപ്പേ ഉള്ളൂ, ഇത് എന്നെ മൂടണം, ഇത് എന്നെ ഉടുക്കണം, എന്നാലും നീ കടമാക്കില്ലേ എന്ന് മകനെ ഉപദേശിച്ചു പോയൊരു സഹാബിയുണ്ട്. കാരണം അത് വലിയൊരു കുടുക്കാണ്. ഞാൻ മാറ്റണ്ട എന്നല്ല, മാറ്റി രക്ഷപ്പെടേണ്ട എന്നല്ല, പക്ഷേ ഇത് കഴിവിൻ്റെ പരമാവധി അതിൽ അടുക്കാതിരിക്കുക. അവസാന വഴിയായിരിക്കണം നമ്മുടെ എന്ത് ചെയ്യുക? കടം മാറ്റുക. കാരണം പണത്തിന് പകരം പണമല്ലാതെ മറ്റൊന്നും നിൽക്കാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മായ്ച്ചു പോകും മനുഷ്യൻ. റസൂലുള്ളാഹി കടക്കാരനായിരുന്നല്ലോ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുമ്പോഴും കടക്കാരനാണ്. ആവശ്യങ്ങൾ പണത്തിന് പകരം മറ്റൊന്നും നിൽക്കാത്തത് കൊണ്ട് പണം പലപ്പോഴും കടം വാങ്ങിച്ചിട്ടുണ്ട് റസൂല്. സഹാബാക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് കണക്കിന് ജൂതന്മാരുമായിട്ട് കടമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവസാനവും പ്രവാചകൻ മരിക്കുമ്പോഴും ജൂതനുമായിട്ട് കടമിടപാടിലാണ് റസൂലുള്ളാഹി മരണപ്പെടുന്നത്. അപ്പോൾ കടം വാങ്ങിച്ചു പോകും, അത് സ്വാഭാവികമാണ്. കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാവൂ. അവസാനം മാത്രം മാർഗമായി ഈ മാത്രം കടത്തെ എന്ത് ചെയ്യുക? സമീപിക്കുക. അങ്ങനെ കടം വാങ്ങിക്കുന്ന പക്ഷം
അത് കടം വാങ്ങിക്കുന്ന പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഉദ്ദേശം എന്നുള്ളത് ഇത് വീട്ടണമെന്നുള്ള ഉദ്ദേശത്തോടെ വാങ്ങിക്കണം. കടം വാങ്ങിക്കുമ്പോൾ തൽക്കാലം എൻ്റെ ഈ കാര്യം ഇവിടെ നടക്കണം, അതായിരിക്കാൻ പാടില്ല നിയത്ത്. ആരെയെന്നെങ്കിലും എങ്ങനെയെങ്കിലും കടം വാങ്ങിക്കണം, അതുമാകാൻ പാടില്ല. കടം വാങ്ങിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഉദ്ദേശം ഇത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന നിയത്തോടെ വാങ്ങിക്കുക. ഒരു മനുഷ്യൻ കടം വാങ്ങിക്കുകയും അവൻ്റെ ആ കടം വീട്ടണമെന്ന ഉദ്ദേശത്തോടെ അതിനെ വീട്ടണമെന്ന ഉദ്ദേശത്തോടെ കടം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കും കടം വീട്ടാൻ. അള്ളാഹുവിന് സഹായമാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, അങ്ങനെ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ കടം വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ വീട്ടാനുള്ള ഉദ്ദേശവുമില്ല, പറ്റിയാ വീട്ടാം എന്നുള്ള മട്ടിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ നിന്ന് ആ ബാധ്യത ഒഴിവാവില്ല, അവന് വീട്ടാൻ കഴിയില്ല. അള്ളാഹു പറയുന്ന, റസൂൽ പറഞ്ഞ വാചകമാണ്, കടം വാങ്ങിക്കുകയാണെങ്കിൽ അത് വീട്ടാനുള്ള ഉറച്ച ഉദ്ദേശത്തോടെ വാങ്ങിക്കുക. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ സഹായം വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. റസൂൽ പറഞ്ഞൊരു ഹദീസുണ്ട് സഹീഹുൽ ബുഖാരിയിലുള്ളത്, അത്ഭുതകരമായ ഒരു ഹദീസ്. ഒരു മനുഷ്യൻ ഒരാളിൽ നിന്ന് ഒരു യാത്രാമധ്യ ഒരാളിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിക്കേണ്ടി വന്നു. 1000 ദിർഹം കടം വാങ്ങിച്ചു. 1000 ദിർഹം കടം വാങ്ങിയിട്ട് പറഞ്ഞു, ഇന്ന ഡേറ്റിന് തിരിച്ചു തരാം, ഞാൻ തിരിച്ച് മടങ്ങി ഈ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കടൽ കടന്ന് അക്കരെ പോകുന്നൊരു മനുഷ്യനാണ്. അയാൾ കപ്പലിൽ കയറി മറുകര വന്നു. തിരിച്ച് ഇയാൾക്ക് കൊടുക്കാവുന്ന ഡേറ്റ് അനുബന്ധമായ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി പണവുമായിട്ട് കരയിൽ വന്നപ്പോൾ കപ്പലൊക്കെ വിട്ടുപോയി. ഇയാൾക്ക് ആ യാത്ര മുടങ്ങി. പക്ഷേ ഇയാൾ പറഞ്ഞ ഡേറ്റിന് ഈ കടം വീട്ടുകയും വേണം. മറുകര എത്താൻ മാർഗങ്ങളിൽ അയാൾ ഒരു പലക എടുത്ത് ആ പലക തുറന്ന് ആ പലകയ്ക്കുള്ളിൽ ഈ പണം മുഴുവൻ വെച്ച് ശേഖരിച്ച് അതിൽ അഡ്രസ്സും എഴുതിയിട്ട് ഇത് എന്ത് ചെയ്ത് കടലിലേക്ക് ഒഴുക്കി വിട്ടു. ഇത് അത്ഭുതകരമായ ഒരു ഹദീസാണ്. നിങ്ങൾ ഇത് കഥ പിന്നെയും കഥയാണല്ലോ, ഇതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയെന്ന്. ഇത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ സഹീഹ് ഹദീസാണ്. ഇത് അള്ളാഹുവിൻ്റെ ഇടപെടല. ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ട്. ആ മനുഷ്യൻ്റെ ഉദ്ദേശശുദ്ധി നോക്കണം. ഈ കടം വീട്ടണമെന്ന ഉദ്ദേശത്തിൽ അയാൾ വാങ്ങിച്ചത്, അതിനുവേണ്ടി അയാളുടെ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ട് അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് ഈ പലകയിൽ ഒഴുക്കിവിടാണ്. ഇത് കൃത്യം പറഞ്ഞ ഡേറ്റിന് ആ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടുന്നു. തികച്ചും യാദൃച്ഛികം എന്ന് നമുക്ക് തോന്നാവുന്ന, നമ്മുടെ കാഴ്ചപ്പാട് തോന്നാവുന്ന കാര്യമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ആലോചിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ, ഒരു മനുഷ്യൻ്റെ ഹക്കിടപാട് പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു നേരിട്ട് ഇടപെട്ട ചില സന്ദർഭങ്ങളൊന്നാണിത്. അയാളുടെ ബാധ്യതയായ കടമിടപാട് അയാൾക്ക് പൂർത്തീകരിക്കണം. അയാളുടെ ഉദ്ദേശശുദ്ധിയും അതിനുവേണ്ടി അയാൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും അള്ളാഹ് പരിഗണിച്ചു. കൃത്യമായി ആ ഡേറ്റിൽ ഈ സാധനം ആ മനുഷ്യൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. 2 കാലിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ നടക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഇതും അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ്. ഈ ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലെ പഴങ്ങൾ പാട്ടത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വാർഷിക ചിലവിനുള്ള വരുമാനം കണ്ടെത്തുക. അപ്പോൾ ഒരു ജൂതൻ പാട്ടത്തിന് കൊടുത്തു, പൈസയും വാങ്ങിച്ചു, ചിലവാക്കുകയും ചെയ്തു. പക്ഷേ ജൂതൻ തോട്ടത്തിൽ വരുമ്പോൾ ആ വർഷം കായ്കനികൾ വളരെ കുറവ്. അയാൾ പറഞ്ഞു, എനിക്ക് പൈസ വന്നാൽ മതി, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. ഇത്തവണ പഴങ്ങളില്ല, എനിക്ക് പണം വേണം എന്ന് അയാൾ നിർബന്ധമായി ആവശ്യപ്പെട്ടു. ജാബിർ റളിയല്ലാഹു പൈസയില്ല, ഈ ജൂതനൊട്ട് പോവുകയില്ല, ഇടങ്ങേറായി ശല്യമായി അവിടെ വലിയ കോലാഹലമായി റസൂലുള്ളാഹി അടുക്കൽ ഒരാളെന്ന് പറഞ്ഞു, നബി ജാബിർ ഒരു കുടുക്കിപ്പെട്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ആള്. നബി പറഞ്ഞു, അവിടെ ഇരുന്നവരോട് പറഞ്ഞു, നമുക്കൊന്ന് ഇടപെടാം, എന്ത് ചെയ്യും, ജാബിറിൻ്റെ കടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന്. സാമ്പത്തിക വിഷയങ്ങളിൽ തലവെക്കേ പാടില്ല എന്നുള്ള നമ്മുടെ ഒരു തീരുമാനം. വല്ലവൻ്റെയും കാശിൻ്റെ വിഷയത്തിൽ പോയി ഇടപെട്ട് എന്തിനാ ഇടങ്ങേറാവുന്നതെന്ന്. അതുകൊണ്ട് പൈസ പ്രശ്നമാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഞ്ച് ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞ് കുറച്ച് എളുപ്പമുണ്ടാവും. പിന്നെ വിളിച്ചാൽ കിട്ടയില്ല, സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസി ആക്കിയിടും, അല്ലെങ്കിൽ നമ്പർ ബ്ലോക്ക് ചെയ്ത് തരും. അതൊരു നമ്മുടെ ഇടപാടാണ്. പൈസ ഇടപാടിൽ ഞാൻ നിൽക്കില്ല. വല്ലവന്നെ എനിക്ക് ഉള്ള പ്രശ്നം തന്നെ ധാരാളമാണ്. ഒരുത്തന്നെ പ്രശ്നത്തിൽ ഇറങ്ങിച്ചത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒരാഴ്ചയെങ്കിലും അവധിയെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റില്ല, വലിയ പുണ്യമില്ലേ ഒരാളെ സഹായിക്കാൻ നിന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ആ പരിപാടിക്ക് നിൽക്കില്ല. റസൂൽ പക്ഷേ ഇറങ്ങി ചെന്നു, ആളെയും കൂട്ടിയിട്ടേ ചെന്നത്. ചെന്നിട്ട് നബി പറഞ്ഞു, എന്താ ഇപ്പോൾ പ്രശ്നം, നിങ്ങളൊരു കാര്യം ചെയ്യും. ജാബിർ പറഞ്ഞു, അടുത്ത വർഷം ഈ പൈസ ഇവിടെ നിൽക്കട്ടെ, എന്താ പൈസ എന്നാലും തരാനില്ല, അടുത്ത വർഷം വന്നു ഈ വിളവ് നിങ്ങൾ വിട്ടേക്ക്, അടുത്ത വർഷത്തെ വിളവ് നിങ്ങൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അതൊന്നും പറ്റൂല, എനിക്കിപ്പോൾ പൈസ സെറ്റിൽമെൻറ്റ് ഇവിടെ ഇപ്പോൾ നടക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തോട്ടം മുഴുവൻ നടന്നു, എല്ലായിടത്തും പോയി നടന്ന് കറങ്ങി. റസൂൽ വന്നിട്ട് പറഞ്ഞു, പഴം പറിച്ചാൽ മുതലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പഴം പറിക്കാം, ഈ വർഷത്തെ തന്നെ വിളവെടുത്തിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം, വേറെ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. എനിക്ക് പൈസ തന്നെയാണ് ആവശ്യം എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നബികൾ ചോദിച്ചു, എവിടെയാണ് നിൻ്റെ ഈ പന്തൽ, ഇതിനകത്തൊരു കൃഷി നടത്തുന്ന നേരത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു പന്തലുണ്ടാകും, ഇവിടെ പന്തൽ കാണിച്ചു. പന്തലിനകത്ത് റസൂൽ ഇരുന്നു, ഇദ്ദേഹം കുറച്ച് ഈത്തപ്പഴം കൊടുത്തത് കഴിച്ച് കടന്നുറങ്ങി. എഴുന്നേറ്റ് റസൂലുള്ളാഹി ജൂതനെ വിളിച്ചു ചോദിച്ചു, എന്താ പറയുന്നത്, പഴം പറിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ല, പണം തന്നെയാണ് എൻ്റെ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു. റസൂൽ പിന്നെ ആ തോട്ടം മുഴുവൻ കറങ്ങിയിട്ട് ജാബിറിനെ വിളിച്ചു പറഞ്ഞു, ജാബിറെ പഴം പറിച്ച് വിറ്റിട്ട് ഇയാളെ കടം വീട്ടാൻ പറഞ്ഞു. ആ പഴം പറിച്ച് അദ്ദേഹം വിറ്റിട്ട് അദ്ദേഹത്തിന് കടം വീട്ടി. ആ വീട്ടിൽ കഴിയുമ്പോൾ എത്രയാണോ വിറ്റത് അത്രയും പഴം പിന്നെയും ബാക്കിയുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു പ്രതികരണമുണ്ട്, അഷ്ഹദു അന്നി റസൂലുള്ളാഹ് എന്ന്, ഞാൻ നബിയാണെന്ന് ഞാനിത് സാക്ഷ്യം വഹിക്കുന്നു എന്ന്. നമ്മളാ പറയാറ്,
റസൂൽ പറഞ്ഞു, ഞാൻ നബി തന്നെയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ നബി തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ അള്ളാഹു ഒരു മനുഷ്യന്റെ കടമിടപാടിലെ ഇടപെട്ട രീതിയാണ് കാണുന്നത്. ആ പഴം അയാൾ അത്ഭുതപ്പെട്ടു പോയിട്ട് ഈ പഴം പറിച്ചാൽ മതി, ഇരട്ടി ലാഭം ഉണ്ടായിരുന്നു എന്ന് ജൂതൻ ചിന്തിച്ചു പോയ നിമിഷമാണത്. ആ കടബാധ്യതയിൽ നിന്നൊരു വിശ്വാസിയെ പുറത്തു കൊണ്ടു. കാരണം അദ്ദേഹം അങ്ങനെ കാപട്യം കാണിക്കാൻ പറ്റിക്കാൻ വേണ്ടി വാങ്ങിച്ച കടമല്ലത്. ഒരു വളരെ നല്ല ഫലം അയാൾക്ക് കിട്ടും, അയാൾക്ക് മുതലാവും എന്ന് കണക്കാക്കിയിട്ടാണ് വാങ്ങിച്ചത്. 9ഓളം പെൺകുട്ടികളുള്ളൊരു കുടുംബത്തിലെ അംഗമാണ്. വാപ്പ മരിച്ചിട്ട് ആ കുടുംബത്തിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന മനുഷ്യനാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് പൈസക്ക് ചിലവായി പോയി. പക്ഷെ അള്ളാഹു ഇടപെട്ടു, അദ്ദേഹത്തിന് സഹായം ഉണ്ടായി, അദ്ദേഹത്തിന് ആവശ്യമായ കടവും തീർന്നു, അദ്ദേഹത്തിന് ആവശ്യമായ പഴങ്ങളും ബാക്കി കിട്ടി. ഇത് ചരിത്രമാണ്. അപ്പം ഈ വിധത്തിൽ നമുക്ക് സദുദ്ദേശമുണ്ടാകും. വീട്ടാനുള്ള ഉദ്ദേശത്തോടെ കടമാക്കിയ പല ആൾക്കാർക്കും ആ ഉദ്ദേശമേ ഇല്ല. കടം എങ്ങനെയെങ്കിലും കടമാക്കിയ എങ്ങനെയെങ്കിലും കടമായി, കടം ഒരു സാമ്പത്തിക തട്ടിപ്പായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ നിന്ന് വാങ്ങിച്ച് എല്ലാവരും കടമാക്കിയ അവിടെ നിന്ന് മറിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അടിച്ചുപൊളി ജീവിതം. അടിച്ചുപൊളി ജീവിതം. കടം തന്നവും വന്നിട്ട് കുറേ ദിവസമായില്ല, പൈസ വല്ല എടുക്കാറായോന്ന്, എവിടെ ഒന്നുമില്ലാന്ന്. ഇവൻ്റെ സ്റ്റാറ്റസ് എല്ലാ ദിവസവും മന്തി ഇടണതും പിന്നെ ഊട്ടി പോയതും കുടുംബത്തോടെ കൊടൈക്കനാൽ നിൽക്കണം, പുതിയ കാർ ഇറക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ, ഇതൊക്കെ സ്റ്റാറ്റസ് ഇട്ട് വെച്ചിട്ട് കടം തന്നവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞെരുക്കണമെന്ന്. ഇത് പതിവ് പരിപാടി. കുറേ ആൾക്കാരെ അവർക്ക് ഒന്നിനും ഒരു കുറവുമില്ല, വല്ലവന്യം പൈസയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഒരുത്തൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തൻ്റേത് എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്ന പണമുണ്ടല്ലോ, ആ സമ്പാദ്യം അവന് വിനിയോഗിക്കാനുള്ള. പക്ഷെ എന്നാൽ സങ്കടം പറഞ്ഞ് വന്നപ്പോൾ, പ്രശ്നം പറഞ്ഞ് വന്നപ്പോൾ എടുത്തരാൻ മനസ്സ് കാണിച്ചൊരു മനുഷ്യൻ്റെ ഉദാര മനസ്സിനെ വില കുറച്ച് കാണാൻ പാടില്ല. അയാളുടെ പണമാണിത്, നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതല്ല. ഒരു മനുഷ്യൻ സ്വന്തം സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താൻ സമ്പാദിച്ചു വെച്ച പണം കട്ടെടുക്കാൻ വേണ്ടി കൊള്ളക്കാർ വന്നപ്പോൾ അവനോട് പോരാടി യുദ്ധം ചെയ്തു, അടിച്ചു നിന്നു, ഫൈറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വന്തം പണമാണ്, ചുമ്മാ ഉണ്ടായതല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അങ്ങനെ ഉണ്ടാക്കിയ പണം സംരക്ഷിക്കാൻ വേണ്ടി കള്ളക്കാർ വന്നപ്പോൾ എതിരെ നിന്നു. അവസാനം അവർ വെട്ടിവീഴ്ത്തി ഇവനെ കൊന്നിട്ട് ഈ പണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ മരണത്തിന്റെ പേര് ഷഹീദാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പണം വെറുതെ ഉണ്ടാവില്ല, എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. സ്വന്തം അധ്വാനത്തിലുണ്ടായ പണം അത് സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചുപോയെന്ന മനുഷ്യൻ രക്തസാക്ഷിയാണെന്ന് പറയുമ്പോൾ എത്ര വിലയുണ്ട് ഒരു മനുഷ്യന്റെ അധ്വാനത്തിന് ഇസ്ലാം നൽകുന്നത്. ഒരുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നീ ചുളുവിന് അടിച്ചു പൊളിച്ച് ജീവിക്കുക ഒരിക്കലും അനുവദിക്കുന്നില്ല. വായ്പ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ വാങ്ങിക്കുക. ഇത്തരം ആൾക്കാർ ഓരോ അവധ പറയുന്നെങ്കിൽ സഹിക്കാം. ഓരോ കാരണം ചില ആൾക്കാർ തിരിച്ചറിഞ്ഞോട് ചൂടാവുക. കുറേ ആയിലൂടെ ഇത്ര തവണയായി മാറ്റി പറയും, എന്ത് പണം ഇങ്ങോട്ട് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് സംസാരിക്കുമ്പോഴത്തേക്കും പണം തന്നാങ്ങ് തീരും. വാക്കുകൾ സൂക്ഷിച്ച് വേണം. ഈ വായിച്ചുകൊണ്ട് പോയിട്ട് ആളെ പറ്റിച്ച് നടക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ പറയുന്ന പരിപാടി അത്. വാക്കുകൾ സൂക്ഷിച്ച് വേണം. പണത്തിൻ്റെ ഇടപാട് തന്ന കൊടുത്ത് തീർക്കുകയില്ല. എന്നാൽ ഈ വായു വരുന്നതിലും തിരിച്ചങ്ങോട്ട് പറയും. ഈ കൊടുത്തവൻ എന്തായി? കൊടുക്കുകയും ചെയ്യണം. ഈ പട്ടിയെ മാച്ചാനൊക്കെ പൈസ കൊടുത്ത് അതിൻ്റെ കടിയും കൊള്ളണം എന്ന് പറയാം. ചാപ്പാടും കൊടുക്കണം, പൈസ കൊടുത്ത് വാക്കുകയും വേണം. കടം കൊടുക്കുകയും ചെയ്ത് അവൻ്റെ വാരിക്കണം ഇങ്ങോട്ട് കേൾക്കണം. ഇത് ഇസ്ലാമല്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ജൂതൻ കടന്ന് വന്നിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. റസൂലിനോട് ചൂടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്ത് ഇടപാടാണ് നിങ്ങൾ കാണിക്കുന്നത്? പൈസ ഇടപാടിൽ ഒരു ഇതില്ലേന്ന്, ഒരു മാന്യത ഇല്ലെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണം. ആരാ? റസൂലിൻ്റെ മുമ്പിലെ കുറേ ആൾക്കാരോട് ഇരിപ്പുണ്ട്. സഹാബാക്കൾ ചാടി എഴുന്നേറ്റ് നബിയെ എന്ന് കടം തന്നവന് സംസാരിക്കാൻ അവകാശം ഉണ്ടോ? അവനെ വിട്ടേക്ക്, നിങ്ങൾ ഇടപെടേണ്ടത് ഞാനും അയാളും തമ്മിലുള്ള ഇടപാടാ. അയാൾക്കൂടെ സംസാരിക്കാൻ അവകാശം ഉണ്ടെന്ന്. നമ്മൾ വലിയ അഭിമാനികളാണ്. നമ്മൾ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് എന്തായെന്ന് ചോദിക്കാം, ആൾക്കൂട്ടത്തിൽ വെച്ചാണോ പൈസ വയ്ക്കാനുള്ളത്? എന്നെ നിങ്ങൾ നാട്ടിക്കുന്ന ഈ തരയില്ല. റസൂൽ അത്രയും ആൾക്കാരുടെ നിർത്തിയിട്ടാണ് ഇയാൾ ചോദിക്കാൻ വന്ന് ഷൗട്ട് ചെയ്യുന്നത്, ഈ ചൂടാവുന്നത്. റസൂൽ പറഞ്ഞത് അയാൾക്ക് അവകാശം ഉണ്ടെന്ന്. അവൻ എന്നെ തന്ന് സഹായിച്ച ആളാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഉള്ളതിൽ നല്ല ഒരു ഒട്ടകത്തെ അയാൾക്ക് കൊടുക്കും. ഒരു ഒട്ടകം കടമായിച്ചിട്ടാണ് ഞാൻ കുറച്ച് ദിവസം കാര്യങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ അവർ പറഞ്ഞു, നബി വാങ്ങിച്ച ഒട്ടകം കണക്കല്ല, ഇതൊക്കെ കൂടിയ ഐറ്റം ഉള്ളൂ. ഇവിടെ നല്ല ചുവന്ന ഒട്ടകങ്ങളാണ് നിൽക്കുന്നതൊക്കെ. എന്ത് ചെയ്യുക? അയാൾ തന്നൊരു 10,000 രൂപ വിലയുള്ള ഒട്ടകങ്ങളാണെങ്കിൽ 10,000-25,000 രൂപ വിലയുള്ള ഒട്ടകങ്ങൾ അവിടെ നിൽക്കുന്നത്. നബി പറഞ്ഞു, ഏറ്റവും നല്ല കടമിടപാട് നടത്തുന്നവൻ ഏറ്റവും നന്നായി കടം വിട്ടുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ലത് കൊടുക്കായി. ഇങ്ങോട്ട് വാങ്ങിച്ചത് നോക്കിയിട്ട് അളവെന്ത് കൊടുക്കുമ്പോൾ ബെറ്ററായിട്ട് കടം വിട്ടണം. അത് റസൂൽ ഏറ്റവും നല്ല ഒട്ടകത്തെ കൊടുത്തു, ആ ഇടപാട് പൂർത്തീകരിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കടം തന്നവന്, കാരണം അവൻ നമുക്ക് വേണ്ടി അയാളെ പൈസ എടുത്തു തന്നു, ആ ഞെരുക്കം അയാൾ അനുഭവിക്കുകയാണ്. ആ പ്രയാസത്തിൽ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. മർമറൂക്ക് പിക്താർ ദ ഹോളി ഖുർആൻ എന്ന് പറഞ്ഞ ഖുർആനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത മനുഷ്യനാണ്. അയാൾ ഈജിപ്തിൽ ജേർണലിസവുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അയാളുടെ ഫ്ലാറ്റിന് തൊട്ട് മുമ്പിലുള്ള ഫ്ലാറ്റിൽ വലിയ ബഹളം കെട്ടി അയാൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഒരു കിളവൻ വന്ന് നിന്നിട്ട് വഴക്ക് പറയണം. വായി തോന്നിയതൊക്കെ പറഞ്ഞു. അവസാനം പിടിച്ച് തള്ളി ഇയാളെ. ഇവനൊന്ന് ഉറക്കെ തുമ്മിയാൽ അയാൾ താഴെപ്പോവും, അത്രയേ ഉള്ളൂ ആരോഗ്യം. പക്ഷെ ഇയാൾ വന്നിട്ട് ഇവനെ അങ്ങോട്ട് വഴക്ക് പറയുക, ചീത്ത വിളിക്കുക, പിടിച്ചു തള്ളുക.
അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ തണ്ടും തടിയും വെച്ചിട്ട് ആ കിളവൻ്റെ നിൽക്കേക്കണ വല്ല കാര്യം നിനക്കുണ്ട്, നിനക്ക് 2 മറുപടി പറഞ്ഞു, നിനക്ക് പിടിച്ചു തള്ളെങ്കിൽ തള്ളേണ്ടിയെന്ന്. അപ്പോൾ അയാൾ മറുപടി പിക്താളിനോട് ഈ മനുഷ്യൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ടല്ലോ, എൻ്റെ നേതാവ് പഠിപ്പിച്ച സംസ്കാരം ഇതല്ല എന്ന്. അയാൾ എനിക്ക് കടം തന്ന് സഹായിച്ച ആളാണ്, പക്ഷേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അയാൾ ഇത്രയൊക്കെ പറഞ്ഞത്, എന്നെ പിടിച്ച് തള്ളിയതും. ഇന്നലി സാഹിബിൽ ഹക്കി മക്കാല എന്ന് കടം തന്നവന് പറയാൻ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചൊരു നേതാവിൻ്റെ അനുയായിയാണ് ഞാനെന്ന്. അതുകൊണ്ട് ഇതെൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന്. അതുവരെയുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാടൊക്കെ മാറിയിട്ട് നബിയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു ഒറ്റ ഇടപാടിൻ്റെ ചരിത്രമാണ്. പിന്നെ അയാൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നത്, ഖുറാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ഹോളി ഖുറാൻ മർമഡുക്ക് പിക്താൾ. ഒരൊറ്റ ഇടപാടിൻ്റെ ആ ജീവിതത്തിൽ വന്ന സംസ്കാരം കൊണ്ടൊരു മനുഷ്യനുണ്ടായ മാറ്റമാണ്. ആലോചിച്ചുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വായ്പ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഉദ്ദേശം നന്നായിട്ട് നമുക്കുണ്ടാവണം, അതിനുള്ള ശ്രമം ഉണ്ടാവണം. അത് പടച്ചുകൊണ്ട് സബക്കുലാക്കിക്കൊണ്ട് വാങ്ങിക്കണം. അത് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അവധ ചോദിക്കുന്നെങ്കിൽ, സാവകാശം ചോദിക്കുന്നെങ്കിൽ അത് മാന്യമായിട്ട് ഡീൽ ചെയ്യണം, വളരെ മാന്യമായിട്ട്. പലപ്പോഴും പല ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, പല ആൾക്കാരും ഈ ഷൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒളിച്ച് കളിക്കുന്ന രീതികൾ. നമ്മൾ ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു, കൊടുക്കാനില്ലേ, മാന്യമായിട്ട് വിളിച്ച് അല്പം അവധി ചോദിക്കണം, അങ്ങോട്ട് പറയലാണ് ഏറ്റവും നല്ല ഡീസൻ്റ് ഇടപാട്. വളരെ ഡീസൻ്റായ ഒരു ഇടപാടെന്നുള്ളത് അങ്ങോട്ട് പറയുക, എന്നെക്കൊണ്ട് ഈ തവണക്കാരെ ഒരു ആഴ്ച കൂടി എനിക്ക് സാവകാശം നൽകണം. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ചോദിക്കുകയും അയാൾ നൽകുകയും ചെയ്ത് കഴിഞ്ഞാൽ 2 കൂട്ടർക്കും ആ നന്മ തന്നെയില്ലേ. കടം നൽകിയ മനുഷ്യർ കടം വീട്ടാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ സാവകാശം കൊടുക്കലും, ആ കടം ഇനി വേണ്ടാന്ന് വെച്ചാൽ പോലും അത് വലിയ പ്രതിഫലമുള്ള പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഈ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് വായ്പകൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പള്ളികളുമായി ബന്ധപ്പെട്ട്, നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, പള്ളിയും അമലുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അത്തരം സൗഹൃദ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാർ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, നമ്മളിന്ന് കടം വാങ്ങിച്ചത് ഇതേ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും, തരാമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച തരാമെന്ന് പറഞ്ഞ ആളായിരിക്കും, അതൊക്കെ തരാൻ കഴിഞ്ഞില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ന്യായമായും വാങ്ങിച്ചവൻ അയാളോട് പറഞ്ഞ ഒരു ആഴ്ച കൂടി അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന ദിവസം വരെ അവധി ചോദിക്കുക. ചില ആൾക്കാർ മുമ്പിൽ വരാൻ മടിക്കും. ചില ആൾക്കാരെന്ത് ചെയ്യുക, കൊടുക്കാൻ പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല, അയാൾക്ക് കൊടുക്കുകയും വേണം. പിന്നെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് പള്ളിയിൽ വരാതാവും. കടം തന്നവൻ ഈ പള്ളിയിൽ ജമാഅത്തായി എല്ലാം നേരം നിസ്കരിക്കും. പക്ഷെ കടം വാങ്ങിച്ചുകൊണ്ട് പോയവൻ ജമാഅത്തിന് പള്ളിയിൽ വരികയാണ്. ഇയാളെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ട്, പലപ്പോഴും ഒളിച്ച് കളിക്കുന്ന രീതിയൊക്കെ സോ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത്തരം ആൾക്കാരൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കൊടുത്ത ആൾക്കാർ അങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് അതൊരു വേറെയാണ്, അത് വേറെ ഒരു ഇടപാടാണ്, സാമ്പത്തിക ഇടപാട് വേറെയാണ്. ഈ ബാധത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ വന്ന് കൃത്യമായി ഇവിടെ നിൽക്കുന്ന ദിനചര്യയായി കൊണ്ടുപോകുന്ന എല്ലാ അമലുകളിലും സജീവമായിട്ടുണ്ടാകണം. അതും പള്ളിക്കകത്ത് വെച്ചോ ആൾക്കൂട്ടത്തിൽ വെച്ചോ ഒന്നും ചോദിച്ച് അവഹേളിക്കുകയോ ബുദ്ധിമുട്ടുകയോ അതൊന്നും ആ ഒരു കാര്യത്തിൽ നമ്മൾ വിശാലം. കൊടുത്ത ആൾക്കാർ നമ്മളൊക്കെ എല്ലാവരും ഇതിൽ കൊടുത്തവരുണ്ട്, വാങ്ങിച്ചവരുണ്ട്. ഒരാളുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, നിസ്കാരങ്ങൾ, ജനങ്ങളുടെ ഇടയിൽ വരാനുള്ള അയാളുടെ ഒരു മടി അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. നമ്മൾ അത് എങ്ങും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇടപെട്ടിട്ട് അതെങ്ങും ഒരു പ്രശ്നമല്ല, കൃത്യമായി നിങ്ങൾക്ക് സാവകാശം നൽകാം എന്ന് അങ്ങോട്ട് പറയുന്ന ചില സാഹചര്യങ്ങൾ കൂടി വരും. ആ വിശാലത നമ്മൾ കാണിക്കണം. ആ വിശാലത നമ്മൾ വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ വാതിലിൻ്റെ പുറത്ത് 2 പേരുടെ ഉറക്കെയുള്ള സംസാരവും തർക്കവും കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് പറയാനുള്ളത് അല്പം കൂടി അവധി എന്ന് മാത്രമാണ്, മറ്റേയാൾക്ക് പറയാം വല്ലാഹി ലാ അഫ്അലു ഇല്ല, അവധി ഇല്ല. അയാൾക്കതാ പറയാനുള്ളത്, ഇല്ല അവധി ഒന്നുമില്ല, ഇന്ന് ഇവിടെ പൈസ എനിക്ക് കിട്ടണം, കുറേ ആയിട്ടുണ്ട്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ പുറത്ത് വന്നിട്ട് ആരാണ് നല്ലത് ചെയ്യില്ല എന്ന് ആണയിടുന്നത്? ആരാണ് ഇവിടെ നല്ലത് ചെയ്യില്ല എന്ന് ആണയിടുന്നത്? അള്ളാഹുവാണ് ഞാൻ ഇനി അവധി നൽകില്ല എന്ന് പറഞ്ഞവൻ ആരെന്ന്? നബി ഞാനാണ് അങ്ങനെ പറഞ്ഞു പോയത്, അവൻ സൗകര്യപ്പെടുമ്പോൾ തന്നാൽ മതിയെന്ന്. അടുത്ത പ്രതികരണം അങ്ങനെയാണ്, അയാൾക്ക് ഇനി സൗകര്യപ്പെടുമ്പോൾ തന്നാൽ മതി അല്ലാഹുവേ, അതൊരു പുണ്യമാണെങ്കിൽ പിന്നെ ഞാനിതാ കൊടുത്തിരിക്കുന്നു സാവകാശമെന്ന് എന്ന റസൂലിന് മുമ്പിൽ പ്രതികരിച്ച സഹാബിയുണ്ട്. അതുകൊണ്ട് ഈ കടമിടപാടുകൾ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കൊടുക്കൽ വാങ്ങൽ ഇടപാട് വലിയൊരു പുണ്യകർമ്മമാണ്. ഒരു കടമയാണ്. അത് വാങ്ങിച്ചവനും കൊടുക്കുന്നവനും എന്ന ബോധ്യത്തോട് വേണം കൈകാര്യം ചെയ്യാൻ. അള്ളാഹു ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബാക്കളുമായി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കുകയും നെറ്റിയിലേക്ക് കൈകൾ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് മാദാ നുസില മിന തഷ്ദീദ്, എന്ത് വലിയ വിപത്താണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഖത്ത് കൈവച്ചുകൊണ്ട് റസൂൽ പറയുമ്പോൾ ആ കേട്ടിരുന്നവരൊക്കെ ഭയന്നുപോയി. ആ ഭയം അവരെ നിശബ്ദരാക്കി കളഞ്ഞു. അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല അവർ. തൊട്ടടുത്ത ദിവസം അവർ ചോദിച്ചു, നബി എന്താണ് അങ്ങ് പറഞ്ഞല്ലോ, വലിയൊരു ആപത്ത്, ഒരു വിപത്ത് നമുക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്താണതെന്ന്? പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ റജുലൻ ഖുതില ഫി സബീലില്ലാഹി സുമ്മ വഹിയ സുമ്മ ഖുതില സുമ്മ വഹിയ സുമ്മ ഖുതില, ഒരു മനുഷ്യൻ അയാൾ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടു.
അയാൾക്ക് പിന്നെയും അള്ളാഹു ജീവിതം നൽകി. അയാൾ പിന്നെയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടു. അയാൾ പിന്നെയും മരണപ്പെട്ടു. പിന്നെയും അള്ളാഹു ജീവിപ്പിച്ചു. അയാൾ പിന്നെയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 3 തവണ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടൊരു മനുഷ്യൻ, ആ മനുഷ്യന് സ്വർഗം നിഷേധിക്കപ്പെട്ടു. അലൈഹിദ്ദീൻ, കാരണം അയാൾക്കൊരു കടബാധ്യതയുണ്ട് എന്ന്. ഈ 3 പ്രാവശ്യം ഏറ്റവും നല്ല മരണം രക്തസാക്ഷിത്വയുടെ മരണമാണ്, നമുക്കറിയാം. അത്രയും മഹത്തായ മരണം വരിച്ചൊരു മനുഷ്യൻ 3 തവണ രക്തസാക്ഷിയായിട്ടും അയാൾക്ക് സ്വർഗം നിഷേധിക്കപ്പെട്ടു. കാരണം അയാളുടെ കടബാധ്യതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കാലം അങ്ങ് കഴിയുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് കുറച്ച് കാലം കൊടുക്കാതെ ഒളിവിലൊക്കെ അടക്കുക. പിന്നെ ആരും ചോദിച്ചു വരില്ല. നിരന്തരമായി ചോദിച്ചും മടുത്തിട്ട് ചില ആൾക്കാർ ഇപ്പോൾ കടം വേണ്ടാന്ന് വെക്കും. വേണ്ടാന്ന് വെക്കുന്നത് വിശാലമായ മനസ്സുകൊണ്ടല്ല, ഇനി ചോദിച്ചിട്ട് കിട്ടില്ലെന്ന് കണക്കാക്കിയിട്ടാണ്. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ഉയർത്തപ്പെടുന്നൊരു ദിവസം നാളെ വരാനുണ്ട്. അത് 1 രൂപയുടെ നാണയമാണെങ്കിൽ പോലും, 1 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ കടമായി വാങ്ങിയിട്ട് അയാൾ പൊരുത്തമില്ലാതെ നിങ്ങൾ ആ കടം വീട്ടാതെ നിങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ എത്ര പഴക്കമുള്ള കണക്കും എടുക്കുന്നൊരു മഹ്ശറയുണ്ട്, ഒരു വിചാരണയുടെ നാടുണ്ട്. അത് അള്ളാഹുവിൻ്റെ കോടതി. എത്ര പഴക്കം ചെന്ന കണക്കും അവിടെ എടുക്കും. ആ കണക്കുകൾ കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യർ അന്ന് ചിരിക്കുകയും നിങ്ങൾ വല്ലാണ്ട് പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ എത്ര സുസ്ഥിരമായി ജീവിച്ചു മരിച്ചാലും ശരി തന്നെ, നിങ്ങളുടെ മരണം എത്ര സുസ്ഥിരമായൊരു മരണം വരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലും ശരി തന്നെ, തീർച്ചയായിട്ടും കണക്കുകൾ ബോധിപ്പിക്കാതെ ഒരു മനുഷ്യനും കടന്നു പോവില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ, ഈ ആശയം പറയുന്ന ഒരുപാട് ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. റസൂൽ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ പോലും കടം ബാധ്യത ഉള്ളവൻ നമസ്കരിക്കാതെ മാറി നിന്ന സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ് ഈ വിധത്തിൽ. അതുകൊണ്ട് കടം എന്നുള്ളത് കൃത്യമായി വീഴാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇനി കടബാധ്യതയോടെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ കടബാധ്യതയാണ് അവൻ്റെ അനന്തരാവകാശികൾ ആദ്യം പരിഗണിക്കേണ്ടത്. ആ കടബാധ്യത തീർത്തു കൊടുക്കുക എന്നുള്ളത് അയാൾ അനന്തര സ്വത്തിൽ നിന്ന് അനന്തരാവകാശികളുടെ ബാധ്യതയാണ്. അത് കഴിഞ്ഞിട്ട് വിതരണമുള്ളൂ. അയാളുടെ സ്വത്തിൽ അയാളുടെ കടങ്ങൾ വിട്ടപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ഗൗരവപരമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കടം ഒരു കടമയാണ് എന്നൊരു ബോധ്യത്തോടെയാണ് ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ.